ഗൈസ് നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് നിനക്ക് ഇവിടെ പൈസ കൊടുക്കണം ഗൈസ്. നാട്ടിൽ ഞാൻ കാണലുണ്ട് അമ്മ കടയിൽ പോയിട്ട് പച്ചക്കറി മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇടണേ, അപ്പോൾ ഇങ്ങോട്ട് എടുത്തിടും. ഇതിനിവിടെ 8 രൂപ. പിന്നെ 1 കിലോ ഉള്ളിക്ക് നാട്ടിൽ എത്ര ഗൈസ് ഇപ്പോൾ വില? ഇവിടെ ഞങ്ങൾക്ക് 32 രൂപ കൊടുത്തു, 32 രൂപ കൊടുത്ത് 1 കിലോ ഉള്ളി മേടിച്ചു. അത്രയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ നാട്ടിൽ, അല്ലെങ്കിലും ആണെന്ന് പറയണേ, അല്ലെങ്കിൽ എനിക്ക് വിഷമം. പിന്നെ ഒരു തൈര്, ഇന്ന് ഞാൻ കുറച്ച് ഗീ റൈസൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ തൈരും ഉള്ളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറ്, കറി ഉണ്ടാക്കണ്ടേ. പിന്നെ ഗായ്സ് മുട്ടയ്ക്ക് ഇപ്പോൾ ഇവിടെ നല്ല വിലയാണ്. 72 രൂപയോ? 72 രൂപ എന്നാണ് ഇത് എഴുതിയ, പക്ഷെ നമ്മൾക്കത് 45 രൂപയ്ക്കാണ് കിട്ടിയത്. ഈ കവറൊക്കെ ഞാൻ എടുത്തു വയ്ക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇത് അതിന് വലിയ ഉപകാരമില്ല. ഇതെന്താണെന്നറിയോ, ഞാനൊന്ന് ലുക്കൊന്ന് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയത്, പാളിപ്പോയി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, വലുതാവില്ല. അപ്പോൾ ഗായ്സ് ഞാൻ പോയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടൊക്കെ വരാം. ഇത് കുഴപ്പമില്ല. ഈ ഒരു വിൻഡോൻ്റെ അടുത്ത് എന്താ പ്രത്യേകത വെച്ചാൽ അവിടെ നല്ല കാറ്റ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കാണ് ആൾക്കാർ വിചാരിക്കും എനിക്കത് ഭ്രാന്താണ് ഒറ്റയ്ക്കിരുന്നൊക്കെ, കാരണം അവർ ഫോൺ കുറച്ച് ഇതിൻ്റെ താഴെയാണ്. ഓക്കെ ഗായ്സ്, ഞാൻ പോയിട്ട് ഫുഡ് ഉണ്ടാക്കട്ടെ. അങ്ങനെ എൻ്റെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ സോയ ചങ്ക്സിൻ ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് വരട്ടി വെച്ചതാണ്. ആൻഡ് ഓൾസോ ദേ ഗീ റൈസ് ഗൈസ്. ഈ ഗീ റൈസിൽ ഒരു കോമഡി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതെ സലാഡും കൂടെ ചട്നിയും സലാഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുറച്ചൊന്ന് സ്കിൻ കെയർ ആവാം. ഞാൻ ഓൾറെഡി ഒരു അലോവേര ജെല്ല് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണുള്ളത്. മോർണിംഗ് എണീറ്റപ്പോൾ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എനിക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടുന്നുണ്ട്. മന ആയുർവേദയുടെ അവർ പ്രൊമോഷന് വേണ്ടി അയച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അത് ഒരു 3 days ആയിട്ട് ഇപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കതിൻ്റെ റിവ്യൂ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് ഇതാണോ കേട്ടോ, ആഹാ കോഫീൻ്റെയും മഞ്ഞപ്പൊടിൻ്റെയും തൈരിൻ്റെ ഒക്കെ ഒരു മണം, നല്ല ഭംഗിയില്ലേ, സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ ഈ സാധനം ഇങ്ങനെ കാണുന്നു നിങ്ങൾക്ക്. അത് തന്നെ ഓക്കെ. അപ്പം ഞാൻ പറയായിരുന്നു, നാട്ടിലാവുന്ന സമയത്ത് ഈ സൺഡേ എന്നൊക്കെ പറയുന്നത് എനിക്ക് സ്കിൻ കെയർ, ഹെയർ കെയർ, അതുപോലെ തന്നെ അമ്മേനെയും പപ്പേനെയൊക്കെ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ദിവസമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാനത് മിസ് ചെയ്യുന്നുണ്ട്. എനിവേ ഇന്ന് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ഉണങ്ങണം. ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കൂടി വരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് വഴിയാണ് ഈ പിഗ്മെൻറ്റേഷൻ വരണേ എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം ഗായ്സ് ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടു. എനിക്കിങ്ങനെ അയ്യോ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ, നല്ല കോലം കെട്ടി വെച്ച പോലിട്ട്. അപ്പം ഞാനിതൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. അതിനു മുമ്പ് ഒരു Q&A ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെന്തായൊന്ന് നോക്കട്ടെ. കുറച്ച് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഫേസ് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിശക്കുന്നുണ്ട്. പറയൂ ഗൈസ്, എന്തെങ്കിലും മാറ്റമുണ്ടോ? എനിക്കെന്തൊക്കെ ഒരു ഫേസ് ഒന്ന് ബ്ലീച്ച് ചെയ്താൽ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതിൻ്റെ മൂക്കെന്താ ചുമന്നിരിക്കണേ. ഓക്കെ, എനിക്കങ്ങനെ ഒരു ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടണത്. ന്യൂ പിമ്പിൾ
ഓക്കെ ഗൈസ്, പിന്നെ ഈ ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഈ ഫോണും പിടിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാൻ സൂപ്പർമാനൊന്നുമില്ല ഗൈസ്, എല്ലാം കൂടെ ഒരൊറ്റ സമയത്ത് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട്. ഇനി എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ കളർ എന്താ? ഓക്കെ, അപ്പം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ഇതാണ്. എനിക്കെന്തോ ഫേസ് നന്നായിട്ട് അങ്ങ് ബ്ലീച്ച് ചെയ്തപ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഗ്ലോയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ മൂക്കെന്താ ചുമന്നിരിക്കണം. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടോ. അത് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, എൻ്റെ ഗീ റൈസ്. ഈ ഗീ റൈസ് ഉണ്ടായപ്പോൾ ഒരു കോമഡി ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ട്. എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ മറന്നു പോലെ. അപ്പം ഞാൻ സാധാരണ ഈ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ മല്ലിച്ചപ്പ് ഇടാറുണ്ട്. പക്ഷെ വെള്ളത്തിൽ തന്നെ മല്ലിച്ചപ്പ് ഇട്ടിട്ട് റൈസ് ഇട്ടിട്ട് അങ്ങനെ ആക്കിയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അതിടാൻ വന്നു, അതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഈ സോയാ ചങ്ക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ഇടാൻ വേണ്ടി ഉപ്പ് എടുത്തപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഉപ്പ് എടുക്കുന്ന പോലത്തെ ഒരു ഫീല്. അപ്പം ഞാൻ ചോറ് ടേസ്റ്റ് ചെയ്തപ്പോൾ എന്താ ഉപ്പിട്ടിട്ടില്ല. പിന്നെ ആ ചോറ് എന്തിനും ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് പക്ഷെ ആ ഒരു പെർഫെക്റ്റ് ഇതായിട്ടുണ്ട്, വേവും കാര്യങ്ങളൊക്കെ. വെച്ച് വാവ്, എന്താ അധികം സാധാരണ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് വേവ് നോക്കി അങ്ങനെയൊക്കെ ക്ലിയർ ആക്കാറാണ്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വാവ്, പ്രോ കുക്കായി എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് വേവ് അറിയാലും കുഴപ്പമില്ല, ഉപ്പില്ലാത്ത ചോറ് എങ്ങനെ കഴിക്കുക? ഇതാണ് ഗൈസ് നമ്മുടെ സോയ ചങ്ക്സ് കടായി. അതിൻ്റെ ഒരു സ്മെല്ല് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളി സാധനം. ഓക്കെ, നമുക്ക് കഴിയാം. ഐശ്വര്യമായിട്ട് കുറച്ച് സോയ ചങ്ക്സ് അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സലാഡ് അങ്ങോട്ട് എടുക്കുക. നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് സൂപ്പർ അടിപൊളി ഗൈസ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലോ അത് അടിപൊളിയാണ്. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് പ്രൈവസി ആവശ്യമാണ്. സോ അല്ലാതെ യൂട്യൂബിലേക്ക് സിനിമ കണ്ട് കഴിക്കാനല്ല, കുറച്ച് പ്രൈവസിയുടെ ഒരാവശ്യം കൊണ്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്യാം. ഇവിടെ അതിൽ കുറച്ച് മുന്തിരിയൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ, അന്നതിൽ കാണുന്നേ ഇല്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ.